നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ഓറഞ്ച് മാർമലേഡിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഈ ഓറഞ്ച് മാർമലേഡ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 750 മില്ലി, അതായത് ഏകദേശം 3 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം, അത് 600 ഗ്രാം. പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്, ആ വെള്ള പോർഷനെല്ലാം നമ്മൾ കളഞ്ഞിട്ട് ഇതൊരു 3 ഓറഞ്ചിൻ്റെ തൊലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. വാനില എസൻസ് വേണം നമുക്ക് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റം വേണം, അതും 1 ടീസ്പൂൺ തന്നെ മതി. പിന്നെ നാരങ്ങാനീര് വേണം, ഒരു 1 to 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാം. ഈ ഓറഞ്ച് മാർമലേഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാര 600 ഗ്രാം. ഇത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഓറഞ്ചിൻ്റെ വെള്ള കളഞ്ഞിട്ട് അതിൻ്റെ ആ തൊലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് ചേർക്കാം. ഒരു 2 നാരങ്ങയുടെ നാരങ്ങാനീര് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, പെക്റ്റിനുണ്ടല്ലോ അതിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കണം. വാനില എസൻസ് ഒരു കുറച്ച് ചേർത്താൽ മതി, ഒരു ഏകദേശം 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി നമുക്ക് റം ചേർക്കണം, ഒരു 2 ടീസ്പൂണൊക്കെ റം ചേർത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ്, ഇതും ചേർക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു 15 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി നമ്മുടെ ആ ജാമിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. മാർമലേഡ് ഇപ്പം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് കുറേ സമയമായി, ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ തണുക്കാൻ വെച്ച പ്ലേറ്റാണ്, അതിലൊഴിച്ച് നമ്മളിങ്ങനെ നോക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇത് കണ്ടോ, ഒഴുകുന്നില്ല, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ബോട്ടിൽ ചെയ്യാം, കുപ്പിയിലോട്ട് പകർത്താം. നമ്മളൊരു മരത്തിൻ്റെ ട്രേയിലോ വല്ലതും ഈ സ്റ്റെറിലൈസ്ഡ് കുപ്പി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര, പിന്നെ ഒരു സ്പൂണും ഇട്ട് കൊടുക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് കുപ്പി പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കിയത് ഓറഞ്ച് മാർമലേഡാണ്. ഇത് ഏകദേശം ഒരു 3 കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പം ഇത് നന്നായിട്ട് സെറ്റാവും. അതിനുശേഷം നമുക്ക് ചീസും ഓറഞ്ച് മാർമലേഡും കൂട്ടിയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബട്ടറും ചീസും ഓറഞ്ച് മാർമലേഡും ഒക്കെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.